ബോച്ചെ കാക്കനാട്ടെ ജയിലിൽ ചെന്ന് കണ്ട VIP-കളുടെ വിവരങ്ങൾ പുറത്തുവരികയാണ്. പോലീസിലെ തന്നെ ഉന്നതന്മാരാണ് ഇവരെന്നും ബോച്ചയുടെ അടുപ്പക്കാരാണ് ഇവരെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഈ ഉന്നത ഉദ്യോഗസ്ഥനോടൊപ്പം ജില്ലാ ജയിലിൽ എത്തിയ ഈ 3 പേരും സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ സൂപ്രണ്ടിന്റെ മുറിയിലിരുന്ന് സംസാരിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. മാത്രമല്ല, ജയിലിൽ ബോച്ചയ്ക്ക് വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കിയതായിട്ടും ഇപ്പോൾ ആരോപണം ഉയരുകയാണ്. ബോച്ചെ ജയിലിലെത്തിയപ്പോൾ കയ്യിൽ പണമൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ജയിൽ ചട്ടം മറികടന്ന് ബോച്ചയ്ക്ക് ഫോൺ വിളിക്കാൻ 200 രൂപ നേരിട്ട് നൽകിയെന്നും ഇത് രേഖകളിൽ എഴുതി ചേർത്തെന്നും വിവരങ്ങളുണ്ട്. ഇതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് വിവരങ്ങൾ. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന് ജയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു എന്നതും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുണ്ട്. അതായത് 14 ദിവസത്തേക്ക് റിമാൻഡിൽ കഴിയുകയായിരുന്ന ബോച്ചയെ കാണാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ജയിലിൽ എത്തിയിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥനൊപ്പമായിരുന്നു ഇവർ അവിടെ എത്തിച്ചേർന്നത്. സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ ഇവർ സൂപ്രണ്ടിന്റെ മുറിയിലിരുന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് പുറമെയാണ് അദ്ദേഹത്തിന് വന്നവർ 200 രൂപ ഫോൺ വിളിക്കാനായി നൽകിയതെന്നാണ് ആരോപണം. അതായത് ജയിൽ ചട്ടങ്ങളൊക്കെ മറികടന്ന് ബോച്ചയ്ക്ക് ജയിലിൽ ഇത്തരത്തിലൊരു വഴിവിട്ട നീക്കം തന്നെ നടത്തിയിരുന്നു. ഈ സംഭവം പുറത്തറിയുന്ന ഘട്ടം എത്തിയതോടെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പിന്നീട് രേഖകളിൽ എഴുതി ചേർത്തതായിട്ടും വിവരങ്ങൾ പുറത്തു വരികയാണ്. അതേസമയം ബോച്ചയ്ക്ക് ജാമ്യം അനുവദിക്കാം എന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയതിന്റെ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാം എന്നായിരുന്നു ഹൈക്കോടതി പറയുന്നത്. അതായത് പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന സർക്കാർ നിലപാട് കൂടി പരിഗണിച്ചാണ് വൈകിട്ട് 3:30 വിശദമായി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനായി ഇരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് വിലയിരുത്തിയ കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്കുള്ള താക്കീതാണ് പ്രോസിക്യൂഷൻ നടപടികൾ എന്ന് തന്നെയാണ് ഇതിനെ നിരീക്ഷിച്ചത്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന്റെ ഈ പ്രസ്താവനകളിൽ കടുത്ത വിയോജിപ്പാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത്. നടി ഹണി റോസിന്റെ പരാതിക്ക് ആധാരമായ ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് കോടതി ദ്വയാർത്ഥ പ്രയോഗമല്ലാതെ മറ്റെന്താണ് ഇതെന്ന് ചോദിച്ചത്. നടിയുടെ മാന്യത കൊണ്ട് മാത്രമാണ് പൊതുമധ്യത്തിൽ അവരുടെ അനിഷ്ടം അന്ന് പ്രകടിപ്പിക്കാതിരുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അതായത് സ്വയം സെലിബ്രിറ്റിയായി കരുതുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യവും. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരെ അധിക്ഷേപിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ബോച്ചയ്ക്ക് ഇപ്പോൾ നേരിട്ട നടപടി എന്നായിരുന്നു കോടതിയും പറഞ്ഞത്. ഒരുപാട് പേർക്ക് ഇതൊരു പാഠമാകേണ്ടതായിരുന്നു എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിരീക്ഷിച്ചിരുന്നു. അതുകൂടാതെ സ്ഥിരമായി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് പ്രതിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആളാണെന്നും സർക്കാർ അറിയിച്ചു. ഇത്തരക്കാർക്കെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ ബോച്ചയുടെ ഈ അഴിയണ്ണൽ എന്ന് തന്നെയാണ് പറയുന്നത്. ബോച്ചയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഗുരുതരമായ കുറ്റമല്ല ചുമത്തിയിരിക്കുന്നതെന്നുമായിരുന്നു പ്രതിഭാഗം അറിയിച്ചത്. ജാമ്യം നൽകിയാൽ കർശന ഉപാധി വേണമെന്നും സർക്കാർ നിലപാടെടുത്തു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.